നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകും പാർവെന്നെത്തി പുത്തൻ പാട്ടുവിൻ്റെ നാവിൽ തന്നതാ വൻശോധനാവേളയിൽ തീച്ചോളയാതി നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ സ്നേഹമോർക്കുമ്പോൾ ഈ ലോകം തരാത്ത ശാന്തിയൻ ഹൃദയത്തെ നിറച്ചു സ്നേഹമായി എന്നെന്നും കാത്തിടും എന്നെ നിത്യം കാന്തയായത് കൂടെ വാഴുവാ. വിശുദ്ധ വേദഭാഗം 122 സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള തിരുവചനം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികൾ നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത കൂടി നമുക്ക് നോക്കാം. അതിനായി ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെ എന്നുള്ളതിനെ ആശ്രയിച്ച് ഒരു വചനം കൂടി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്തം ജയം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥാ. ജീവിത സായാഹ്ന തീരത്ത് നമ്മുടെ കാലടിപ്പാടുകളോടൊപ്പം നടക്കുന്ന ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ സമയോചിതമായ സഹായത്തിനായി, കൃപയ്ക്കായി, സമാധാനത്തിനായി നമ്മോട് കൂടെ ഉണ്ട്. അചഞ്ചലമായ വിശ്വാസം എന്ന് ഹല്ലേലൂയ നമുക്ക് ആ യേശു കൂടെ ഉള്ളത് കൊണ്ട് പറയുവാനായി കഴിയുന്നു. ജീവിത സായാഹ്ന തീരത്തിരുന്ന് ഞാൻ വെറുതെ പുറകോട്ട് നോക്കി എന്ന ഹല്ലേലൂയ പാട്ടുകാരന്റെ വരികൾ നമ്മുടെ ജീവിത യാത്രയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ജീവിതത്തിലേക്ക് പുറകോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാലടിപ്പാടുകൾ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ സന്തോഷത്തിന്റെ പാടുകൾ, കണ്ണുനീരിന്റെ പാടുകൾ, വിജയത്തിന്റെ പാടുകൾ, പരാജയത്തിന്റെ പാടുകൾ, പ്രാർത്ഥനയുടെ പാടുകൾ, കാത്തിരിപ്പിന്റെ പാടുകൾ. എന്നാൽ ചില സമയങ്ങളിൽ ഒരു ചോദ്യം ഉയരും: എൻ്റെ ഏറ്റവും ക്ലേശകരമായ ദിവസങ്ങളിൽ ദൈവം എവിടെ ആയിരുന്നു? അപ്പോഴാണ് ദൈവം നമ്മോട് പറയുന്നത്, നീ ഒറ്റയ്ക്കായിരുന്നില്ല. നിന്റെ ശക്തി പോരാതിരുന്നപ്പോൾ ഞാൻ നിന്നെ ചുമന്നിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിത യാത്രയിൽ ദൈവം നമ്മോട് കൂടെ നടക്കുന്നു. ആവർത്തന പുസ്തകം 31:8 യഹോവ തന്നെയാണ് നമുക്ക് മുമ്പായി പോകുന്നതെന്നും അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്നും പറയുന്നു. യോശുവ 1:9 ഭയപ്പെടാതിരിക്കാനും ധൈര്യപ്പെടുവാനും ദൈവം കൽപ്പിക്കുന്നു. നാം പോകുന്നിടത്തെല്ലാം
ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. സങ്കീർത്തനം 23:4 മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഭയപ്പെടേണ്ടതില്ല, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യെശയ്യാവ് 43:2 വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും, തീയിലൂടെ നടന്നാലും അവൻ നമ്മെ സംരക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വെള്ളം വരും, തീ വരും, താഴ്വരകൾ വരും. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനം, നീ ഹല്ലേലൂയ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം പ്രശ്നങ്ങൾ വരാതിരിക്കുമെന്ന് എല്ലായ്പ്പോഴും വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ വിട്ടുകളയുകയില്ല എന്നതാണ് ദൈവത്തിന്റെ ഉറപ്പ്. നമ്മുടെ ക്ലേശകാലത്ത് സമയോചിതമായ സഹായത്തിനായി ദൈവം നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തനം 46:1 ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എബ്രായർ 4:16 ദൈവത്തിന്റെ കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാനാണ്. ആവശ്യ സമയത്ത് കൃപയും കരുണയും നമുക്ക് നൽകുവാൻ ദൈവം ഒരുക്കമാണ്. സങ്കീർത്തനം 50:15 കഷ്ട ദിവസത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, അവൻ നമ്മെ വിടുവിക്കും. സങ്കീർത്തനം 34:17-18 വാക്യങ്ങൾ നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ യഹോവ കേൾക്കുന്നു, തകർന്ന ഹൃദയത്തോടും മനസ്സിൽ തകർന്നവരോടും യേശു കർത്താവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കഷ്ടകാലത്ത് ദൈവം ദൂരെയല്ല, കണ്ണുനീരിന്റെ സമയത്ത് അവൻ അടുത്താണ്. ഭയത്തിന്റെ സമയത്ത് ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പലപ്പോഴും വഴിയില്ല എന്ന് നമുക്ക് തോന്നുന്നിടത്ത് ദൈവം പുതുവഴി തന്ന് നമ്മെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ ശക്തി തീരുമ്പോൾ ദൈവത്തിന്റെ ശക്തി ആരംഭിക്കുന്നു. ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ്. എബ്രായർ 13:5 ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കയില്ലെന്ന് ഉറപ്പു നൽകുന്നു. ആവർത്തന പുസ്തകം 31:6 ശക്തരും ധൈര്യശാലികളുമായിരിക്കും, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യുന്നു. സങ്കീർത്തനം 37:25 ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ദാവീദ് തന്റെ അനുഭവത്തിൽ പറയുന്നു. മത്തായി 28:20 യേശു തന്റെ ശിഷ്യന്മാരോട് ലോക അവസാനം വരെ താൻ അവരോട് കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു. പ്രിയരെ, എല്ലായ്പ്പോഴും നമ്മോടൊപ്പം നിൽക്കുവാൻ ഹല്ലേലൂയ കഴിയണമെന്നില്ല. മനുഷ്യർ നമ്മോടൊപ്പം, നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും നമ്മോടൊപ്പം കാണുകയില്ല. മനുഷ്യരുടെ സഹായത്തിനെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഒരു പരിധിയുമില്ല. മനുഷ്യർക്ക് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രാത്രികളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ താങ്ങും. നമ്മുടെ കണ്ണുനീർ ദൈവം കാണുന്നു. സങ്കീർത്തനം 56:8 നമ്മുടെ ഉഴൽച്ചകളെയും കണ്ണുനീരുകളെയും ദൈവം അറിയുന്നു എന്ന് കാണുന്നു. സങ്കീർത്തനം 34:15 യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പുറപ്പാട് പുസ്തകം 3:7 ഈജിപ്തിലെ തന്റെ ജനത്തിന്റെ കഷ്ടത ദൈവം കണ്ടു, അവരുടെ നിലവിളി ദൈവം കേട്ടു. 1 പത്രോസ് 5:7 നമ്മുടെ എല്ലാ ചിന്തകളും ഭാരങ്ങളും ദൈവത്തിൽ ഏൽപ്പിക്കാം. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ച് കരുതലുണ്ട്. എത്ര വലിയ ആശ്വാസമാണ് പ്രിയരെ. നമുക്ക് പറയുവാൻ കഴിയാത്ത വേദന പോലും ദൈവം അറിയുന്നു. നമ്മുടെ കണ്ണുകൾ കരയുന്നതിന് മുൻപ് ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. ദൈവത്തിന്റെ നിബന്ധനകളില്ലാത്ത സ്നേഹവും പിന്തുണയും നമ്മോടൊപ്പം ഉണ്ട്. റോമർ 8:38-39 മരണം, ജീവൻ, ഇപ്പോഴുള്ളതോ വരുവാനിരിക്കുന്നതോ ആയ ഒന്നും ക്രിസ്തു യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് കാണുന്നു. ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 ദൈവം നിത്യസ്നേഹത്തോടെ നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത്. വിലാപങ്ങൾ 3:22-23 വചനങ്ങളിൽ യഹോവയുടെ കരുണകൾ അവസാനിക്കുന്നില്ല, അവന്റെ കരുണകൾ ഓരോ പ്രഭാതത്തിലും പുതുതാണ് എന്ന് കാണുന്നു. സങ്കീർത്തനം 103:13-14 തിരുവചനത്തിൽ ഒരു പിതാവ് മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ ദൈവം തന്റെ മക്കളോട് കരുണ കാണിക്കുന്നു. നമ്മുടെ ബലഹീനത ദൈവം അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ വിജയം കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, നമ്മുടെ
പരിപൂർണത കൊണ്ടല്ല ദൈവം നമ്മോട് കൂടെ നിൽക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവം സ്നേഹം ആയതിനാൽ ആണ്. ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മിൽ ദൈവം പകർന്നു തരുന്നു. സംഖ്യാപുസ്തകം 6:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും തന്റെ മുഖം പ്രകാശിപ്പിക്കുകയും കൃപ നൽകുകയും സമാധാനം നൽകുകയും ചെയ്യട്ടെ എന്ന അനുഗ്രഹവചനമാണ് കാണുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 മുതൽ 7 വരെ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ പ്രാർത്ഥനയിലും അപേക്ഷയിലും നന്ദിയോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ സകല മനുഷ്യബുദ്ധിക്കും അധീനമായ ദൈവത്തിന്റെ സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ദൈവം കാക്കുവാൻ ഇടയാകും എന്ന് കാണുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 യേശു തന്റെ സമാധാനം നമുക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല യേശുവിന്റെ സമാധാനം എന്ന് കാണുന്നു. ദൈവത്തിന്റെ സമാധാനം പ്രശ്നങ്ങളില്ലാത്ത സമാധാനം മാത്രമല്ല, പ്രശ്നങ്ങളുടെ നടുവിലും ഹൃദയത്തെ കാക്കുന്ന സമാധാനമാണ്. കൊടുങ്കാറ്റ് നിർത്തുന്നതിന് മുൻപേ കൊടുങ്കാറ്റിനുള്ളിൽ സമാധാനം നൽകാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 മുതൽ 31 വരെ കാണുന്നത് ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി നൽകുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് പുതുശക്തി ദൈവം നൽകുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 ദൈവത്തിന്റെ കൃപ മതിയാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി തികഞ്ഞു വരുന്നു എന്ന് കാണുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി അനുസരിച്ച് നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അതീതമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്ന് കാണുന്നു. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4:6 മനുഷ്യ ശക്തിയാലോ ബലത്താലോ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് കാര്യങ്ങൾ സാധിക്കുന്നത് എന്ന് കാണുന്നു. അതായത് അത്ഭുതകരമായ ദൈവത്തിന്റെ ശക്തി. നമ്മുടെ ശക്തി അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി അവസാനിക്കുന്നില്ല. നമ്മുടെ വഴികൾ അടയുന്നിടത്ത് ദൈവത്തിന് പുതുവഴി തുറക്കാൻ കഴിയും. നമ്മുടെ പ്രതീക്ഷകൾ ക്ഷയിക്കുമ്പോൾ ദൈവത്തിന് പുതിയ പ്രത്യാശ നൽകാൻ കഴിയും. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ദൈവത്തോടൊരു വിശ്വാസം ആവശ്യമാണ്. അത് മാറ്റമില്ലാത്ത വിശ്വാസം ആയിരിക്കണം. എബ്രായർ 11:1 വിശ്വാസം പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കാണുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:17-18 വാക്യങ്ങളിൽ പുറമേയുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൈവത്തിൽ സന്തോഷിക്കാമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. 2 തിമോഥെയോസ് 1:7 ദൈവം ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. യഥാർത്ഥ വിശ്വാസം എന്താണ്? പ്രശ്നമില്ലാത്തതിനാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, പകരം പ്രശ്നം ഉണ്ടായാലും എന്റെ ദൈവം മാറിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. സാഹചര്യം മാറിയാലും ദൈവം മാറുന്നില്ല, മനുഷ്യർ മാറിയാലും ദൈവം മാറുന്നില്ല, കാലം മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറുന്നില്ല. എബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മോട് കൂടെയുള്ള മാറ്റമില്ലാത്ത ദൈവമാണെന്ന് കാണുന്നു. ദൈവ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പുറപ്പാട് 33:14 എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകും, ഞാൻ നിനക്ക് വിശ്രമം നൽകും എന്ന ദൈവത്തിന്റെ വാഗ്ദാനം. മോശ വലിയൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം മതി. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹത്തിന്റെ ദാതാവായ ദൈവത്തിന്റെ സാന്നിധ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പണം ലഭിക്കാം, പക്ഷേ സമാധാനം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? വിജയം ലഭിക്കാം, പക്ഷേ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ. ലോകത്തിന്റെ പ്രശംസ ലഭിക്കാം, പക്ഷേ ദൈവത്തിന്റെ പ്രസാദമില്ലെങ്കിൽ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അനുഗ്രഹം മാത്രമല്ല, അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ എൻ്റെ കൂടെ പോരേണമേ എന്ന്. ഹല്ലേലൂയ. ജീവിത സായാഹ്നത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ
ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പുറകോട്ട് നോക്കും. അപ്പോൾ ചില വഴികൾ എളുപ്പമായിരുന്നുവെന്ന് തോന്നും. ചില വഴികൾ കണ്ണുനീരിന്റെ വഴികളും ആയിരിക്കും. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിച്ചിരിക്കും. ചിലതിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടിയും വന്നിരിക്കും. എന്നാൽ അവസാനം നാം മനസ്സിലാക്കും, ഞാൻ കരുതിയത് ഞാൻ ഒറ്റയ്ക്കാണ് നടന്നതെന്ന്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തനം 23 നമ്മെ പഠിപ്പിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും ശാന്ത ജലത്തിനരികിലേക്കും നമ്മെ നയിക്കുന്ന ദൈവം താഴ്വരയിലും കൂടെയുണ്ട്. അനുഗ്രഹത്തിന്റെ മേശയ്ക്കരികിലും ഹല്ലേലൂയ ദൈവം കൂടെയുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയിലും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കാം. ഒന്നാമതായി, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നോട് കൂടെ നടക്കുന്നു. 2, ഞാൻ ബലഹീനനായാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ കൃപയും ശക്തിയും എനിക്ക് മതിയാകുന്നു. 3, എൻ്റെ ഭാവി ദൈവത്തിന്റെ കരത്തിലാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. ഇന്ന് കാലടിപ്പാടുകളെ കുറവായി തോന്നിയാലും നാളെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ സാക്ഷ്യം അവയിൽ കാണാം. ഇന്ന് കണ്ണുനീർ ആണെങ്കിലും നാളെ അത് സാക്ഷ്യമായി മാറാം. ഇന്ന് വഴിയടഞ്ഞാലും ഹല്ലേലൂയ ദൈവത്തിന് പുതുവഴി തുറക്കാൻ കഴിയും. ഇന്ന് ശക്തിയില്ലെന്ന് തോന്നിയാലും ദൈവത്തിന്റെ കൃപ നമ്മെ ശക്തനാക്കുന്നു. നമ്മുടെ ദൈവം നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ്. കഷ്ടകാലത്ത് സമയോചിതമായ സഹായം നൽകുന്ന ദൈവമാണ്. വിട്ടുകളയാത്ത ദൈവമാണ്. കണ്ണുനീർ കാണുന്ന ദൈവമാണ്. തകർന്ന ഹൃദയത്തോട് അടുത്തിരിക്കുന്ന ദൈവമാണ്. അസാധ്യത്തെ സാധ്യമാക്കുന്ന അത്ഭുത ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുന്ന ദൈവമാണ്. കൃപയും സമാധാനവും സാന്നിധ്യവും അനുഗ്രഹവും നൽകുന്ന ദൈവമാണ്. ആയതിനാൽ കരുണാമയനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ ജീവിത യാത്രയിലെ ഓരോ കാലടിപ്പാടിനും നന്ദി. സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും ആരോഗ്യത്തിലും ബലഹീനതയിലും ഞങ്ങളോട് കൂടെ നടന്നതിനായി നന്ദി കർത്താവേ. ക്ലേശകാലത്ത് ഞങ്ങൾക്ക് സമയോചിതമായ സഹായം നൽകിയതിനായി നന്ദി എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.